പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. 1 യോഹന്നാൻ 4:13. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് ഒത്തതായി മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയ്ക്ക് ഞാൻ നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട സേവർക്കൻ വട്ടാരിച്ചൻ്റെ ഒരു ആത്മീയ കൂട്ടായ്മയിൽ ഒരേ ആത്മാവിൻ്റെ അഭിഷേകത്തിലാണ് ഈ ശുശ്രൂഷകളെല്ലാം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാൻ നല്ലൊരു വചനമാണ് കർത്താവ് തുടക്കത്തിൽ തന്നത്. കർത്താവ് വെളിപ്പെടുത്തുന്ന വലിയൊരു കൃപയുടെ വചനമാണിത്. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നതിനാൽ നമുക്കൊരു കാര്യത്തിന് ബോധ്യമുണ്ട്. എന്താണ് ബോധ്യം? നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മളിലുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ് വസിക്കുന്നത്. ദൈവം നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്. അതിനെക്കുറിച്ച് നന്നായിട്ട് പ്രാർത്ഥനാപൂർവ്വം ധ്യാനിച്ച് നമുക്ക് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഓ കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഓ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഓ കൈക്കുഞ്ഞുങ്ങളിൽ, ബാലിക ബാലന്മാരിൽ, യുവജനങ്ങളിൽ, മാതാപിതാക്കളിൽ, സർവ്വജനത്തിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നതിനോട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വഴി നടത്തണമേ. ഹല്ലേലൂയ. 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 യേശുവേ, ആരാധന, 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 ആരാധന. വലിയ ആഹ്ലാദത്തോടെ, വലിയ ആനന്ദത്തോടെ കൈകൾ അടിച്ച് നന്നായി ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ആരാധിക്കാം. നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ, ഉറകിട്ട് പോയ ഉപ്പായ എന്നെ ഉറകുത്തിടണമേ. ഉന്നതത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ, ഉറകിട്ട് പോയ ഉപ്പായ എന്നെ ഉറകുത്തിടണമേ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റുഹായേ, എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റുഹായേ, എന്നിൽ കത്തി പടരണമേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഓ റുഹാഖുസ തമ്പുരാനെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ആത്മാവിൽ അവിടുന്ന് ജ്വലിക്കണമേ.
ഓരോ സെക്കൻഡും ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവൻ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ. ഓരോ തീരുമാനങ്ങളിലും പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഓ കർത്താവേ, ഓരോ യാത്രയിലും ഞങ്ങളെ സഹായിക്കണമേ. ഓരോ തുടക്കത്തിലും ഞങ്ങളെ സഹായിക്കണമേ. ഓരോ പ്രാർത്ഥനാ സമയത്ത് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പരിശുദ്ധാത്മാവേ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾ പാപങ്ങളാണ്. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ ശക്തിപ്പെടുത്തണം. ദാഹിച്ച് ആത്മാവിന്റെ നയിക്കും പോലെ ജീവിത പാതയിൽ തുടരാം. ആത്മാവിന്റെ നയിക്കും പോലെ ജീവിത പാതയിൽ തുടരാം. കാറ്റിലുയരും ഇല പോലെ ആത്മാവിശക്തിയിലുണരാം. കാറ്റിലുയരും ഇല പോലെ ആത്മാവിശക്തിയിലുണരാം. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ വലിയ ദാഹത്തോടെ അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി ഓരോ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങൾ ഇപ്പോൾ ആത്മാവിനെ നിറയട്ടെ. വഴികൾ വെളിപ്പെട്ട് കിട്ടട്ടെ. ഹല്ലേലൂയ 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 ഹല 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 ചാര മൂടി കിടക്കുന്ന ഓരോ ഹൃദയങ്ങൾ ഇപ്പോൾ കത്തി പടരട്ടെ. ആത്മാവിന്റെ ആത്മാവ് ശക്തിയായി ഇപ്പോൾ ജ്വലിക്കട്ടെ. റൂഹ 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 റൂഹ. കുഞ്ഞുങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയും, കൈക്കുഞ്ഞുങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയും, കുട്ടികളിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. ഓരോ കുടുംബങ്ങളിൽ ആത്മാവ് ഏറ്റെടുക്കട്ടെ. നവദമ്പതികളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകട്ടെ. വൃദ്ധന്മാരിലും മാതാക്കന്മാരിലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. സഭയിൽ മുഴുവൻ ആത്മാവ് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ റൂഹായേ, ഒരു സെക്കൻഡ് പോലും അങ്ങനെ പിരിഞ്ഞിരിക്കാൻ ഞങ്ങളെ അനുവദിക്കരുത്. ഞങ്ങൾക്ക് വഴികൾ പറഞ്ഞു തരണമേ. ഞങ്ങളുടെ ആത്മാവിൽ അവിടെ നിന്ന് സംസാരിക്കണമേ. ഞങ്ങളുടെ തീരുമാനങ്ങളിൽ അവിടെ നിന്ന് ഉണ്ടായിരിക്കണമേ. ഞങ്ങളെ കൈവടിയരുതേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആത്മാവേ വന്ന് പൊതിയണമേ, വിശുദ്ധി കൊണ്ട് പൊതിയണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം യേശുവിൻ്റെ പിന്നാലെ ഓടുന്നവന്റെ പ്രത്യേകതകൾ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും യേശുവിൻ്റെ പിന്നാലെ ഓടുന്നവരാണ്. യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കുന്നവരാണ്. കർത്താവിനെ അല്പം പോലും ഇടം വലം തിരിയാതെ കർത്താവിനോട് തൊട്ടു ചേർന്ന് പോകാൻ പരിശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. നമ്മുടെ കുട്ടികൾ അങ്ങനെ ആയി തീരാൻ വേണ്ടി നമ്മൾ നല്ല പരിശ്രമം മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ നടത്തുന്നുണ്ട്. ഈശോ തന്നെ ചില സമയങ്ങളിൽ ദൈവജനത്തോട് ചോദിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു വെളിച്ചം തരുന്ന വചനം ഹെബ്രായ ലേഖനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ
12-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 12:2. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഹെബ്രായ ലേഖകൻ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ ദൈവജനത്തോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്? സ്നാപയോഹനനെ ഉദ്ദേശിച്ചാണ് ചോദ്യം. എന്നിട്ട് ചില കൃത്യമായ ഉത്തരങ്ങൾ കർത്താവ് കൊടുക്കുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇവിടെ ഹെബ്രായ ലേഖകൻ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ വേണ്ടിയിട്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇപ്പോൾ ഒരു ഓട്ട മത്സരം നടക്കാമെന്ന് കരുതുക, ഒരു റിലേ മത്സരം നടക്കാമെന്ന് കരുതുക. അപ്പോൾ അതിനകത്ത് ആ ഓട്ടത്തിൽ സംബന്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ട്രോഫിയിൽ മുത്തമിടാൻ ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓടുന്നത്. ഒരു ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഈശോയുടെ നാമം സ്വീകരിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് ഉറപ്പിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ, നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ, നമ്മൾ ഇതുപോലുള്ള പല ശുശ്രൂഷകൾ സംബന്ധിക്കുമ്പോൾ പല ലക്ഷ്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കടബാധ്യത മാറണം, നമ്മുടെ രോഗം മാറണം, നമ്മുടെ തടസ്സങ്ങൾ മാറണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെല്ലാം ദൈവം തരും. അത് ആഗ്രഹിക്കുന്ന തെറ്റല്ല. അത് ചോദിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണെന്ന് ബൈബിൾ ആവർത്തിച്ച് ഉറപ്പ് തരുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയും വേണം. എന്നാൽ നമ്മളൊരു ആരാധന സമൂഹമായി സ്വർഗീയ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹം എന്ന നിലയിൽ നമ്മുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമുക്ക് ഈശോയുടെ കാലഘട്ടത്തിന് ശേഷം പിന്നെ ഈശോയുടെ തൊട്ട് പിന്നാലെ ഓടിയ അപ്പസ്തോലന്മാർക്ക് ഈ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ തങ്ങളുടെ ലേഖനങ്ങളിൽ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 20-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുലിഖിതം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 20:24. എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണം എന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പൗലോസ്ലീഹ പറയുകയാണ്. പൗലോസ്ലീഹ അപ്പോസ്തലർ പറയുന്ന 20-ാമത്തെ അധ്യായത്തിൽ ഓരോ സ്ഥലത്തുനിന്ന് യാത്ര പറയുകയാണ്. എഫേസോസിലേക്ക്, മിലാത്തോസിലേക്ക്, അങ്ങനെയുള്ള കുറേ യാത്ര പറയേണ്ടതായ സന്ദർഭമാണ്. അവിടെ ഒരു സെൻഡ് ഓഫിൻ്റെ സമയമാണ്. അവിടെ പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ജീവൻ ഒട്ടും വിലപ്പെട്ടതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കണം, നമ്മുടെ ബിസിനസ് വിലപ്പെട്ടതായിട്ട് കണക്കാക്കുന്നില്ല, നമ്മുടെ ആരോഗ്യം വിലപ്പെട്ടതായിട്ട് കണക്കാക്കുന്നില്ല, നമ്മുടെ ജോലി വിലപ്പെട്ടതായിട്ട് കണക്കാക്കുന്നില്ല, ഒന്നും വിലപ്പെട്ടതായിട്ട് കണക്കാക്കുന്നില്ല. ഒരു കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ശ്ലീഹ പറയുകയാണ്. എന്താണ് ശ്ലീഹ പറയുന്നത്? ക്രിസ്തുവിൻ്റെ പിന്നാലെയുള്ള എൻ്റെ ഓട്ടം, ക്രിസ്തു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഈ ഓട്ടം, അത് പൂർത്തിയാക്കണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈശോ മിശിഹാ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും, ബാക്കിയെല്ലാം തന്നെ വന്നു ചേർന്നോളും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല ലക്ഷ്യങ്ങൾ വരരുത്, ഒറ്റ ലക്ഷ്യമേ പാടുള്ളൂ. യേശുക്രിസ്തുവാണ് നമ്മുടെ ലക്ഷ്യം, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, അതിന് ശേഷമേ ബാക്കിയുള്ളതുള്ളൂ. എങ്കിലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹ പറയുന്ന ഒരു വാക്യം നമ്മൾ സാധാരണ ശവസംസ്കാര ചടങ്ങിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. തിമോത്തിയോസ് ലേഖനത്തിലെ വാക്യമാണത്. 2 തിമോത്തി 4:7, 2 തിമോത്തി ചാപ്റ്റർ 4:7. പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയാണ്,
അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിൽ പൗലോസ്ലീഹായുടെ ഒരു ആഗ്രഹം, വ്യഗ്രത, ആ ഒരു ദാഹം വെളിപ്പെടുത്തുക, എനിക്ക് എങ്ങനെങ്കിലും ഈ ക്രിസ്തുവിന്റെ പിന്നാലെയുള്ള ഓട്ടം, ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുള്ള ഓട്ടം അത് പൂർത്തിയാക്കണമെന്നേ ഉള്ളൂ. അവസാന സ്ലീഹ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ വളരെ കൃപയോടുകൂടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ എൻ്റെ വിശ്വാസം കൃത്യമായിട്ട് കാത്തു, ഞാൻ അർഹതയുള്ള വേലക്കാരനായി ദൈവരാജ്യത്തിൽ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെടാൻ തക്കവിധം ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. സ്ലീഹ വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, ഈ അപ്പസ്തോലന്മാർ നമുക്ക് തന്ന മാതൃക സഭയുടെ മാതൃക തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിൻ്റെ പിന്നാലെയാണ് ഓടുന്നതെന്ന് നമ്മളൊന്ന് മേക്ക് ഷുവർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ പിന്നെ 1 വർഷം 2 വർഷം കൂടുമ്പോൾ പോയി ഒരു ബോഡി ചെക്കപ്പ് നടത്തി എല്ലാ ടെസ്റ്റുകളൊക്കെ നടത്തി നമ്മുടെ ബോഡി ക്ലിയർ ആണോ, അല്ലെങ്കിൽ പിന്നെ BP-യും ഷുഗറും മറ്റു രോഗങ്ങളൊക്കെ ഒന്ന് ഉറപ്പാക്കും. എന്ന് പറയുന്നത് പോലെ ഓരോ ദൈവ പൈതലും യേശുക്രിസ്തുവിൻ്റെ പിന്നാലെയാണോ ഓടുന്നത് എന്ന് ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് ഓടുന്നതെങ്കിൽ ആ വ്യക്തിയിൽ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ മുമ്പേ നമ്മൾ വായിച്ചു കേട്ട ഹെബ്രായ ലേഖനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ച വചനം തന്നെ. ഹീബ്രൂസ് 12:2. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായി യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ചു. രണ്ടാമത്തേതാണ് അവമാനം വകവെച്ചില്ല. മൂന്നാമത്തേതാണ് കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നീ യേശുക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓടുന്നതെങ്കിൽ ഈ സ്വഭാവ പ്രത്യേകതകൾ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഈ 3 സ്വഭാവ സവിശേഷതകൾ ആ വ്യക്തിയിലുണ്ടായിരിക്കും. ഒന്നാമത്തേതാണ് ഈ ലോകം തരുന്ന സന്തോഷങ്ങൾ വേണ്ട എന്ന് വയ്ക്കും. ഈ ലോകത്തിൻ്റെതായ ഒന്നും വേണ്ട എന്നൊരു ചിന്ത യേശുക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ടല്ലേ വിശുദ്ധാത്മാക്കൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി എന്ന് പറഞ്ഞ് ലോകത്തിലെ എല്ലാ വിശുദ്ധരുടെയും ചരിത്രം പരിച്ചു നോക്കുക. അവർ ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾ, ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾ, ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ഈ ലോകത്തിന്റെ അഭിമാന സ്തംഭമാകായിരുന്ന എല്ലാ കാര്യങ്ങളും വെറും ഉച്ഛിഷ്ടം പോലെ തള്ളിക്കളയല്ലേ ചെയ്തത്. അതുകൊണ്ട് ലക്ഷ്യം കറക്റ്റ് അല്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട എത്ര കിട്ടിയാലും മതി വരികയില്ലാത്ത പ്രവണതയാണ് വരിക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സങ്കീർത്തനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ തിരുലിഖിതം, സാംസ് ചാപ്റ്റർ 4:7. ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ഈ വചനത്തിന് ഉൾപ്പൊരുള്? ധാന്യത്തിന്റെ സമൃദ്ധി, വീഞ്ഞിന്റെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നല്ല കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വിളവെടുപ്പ് കഴിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നല്ലൊരു ടേൺ ഓവർ, നല്ലൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ. അല്ലെങ്കിൽ ഒരു ജോലിക്കാരനാണെങ്കിൽ നല്ലൊരു സാലറി ഇൻക്രിമെന്റ് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അതിനേക്കാൾ സന്തോഷമാണ് യേശുക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുമ്പോൾ ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾ വേണ്ട എന്ന് വെക്കുമ്പോൾ ഉള്ളിൽ അനുഭവപ്പെടുന്ന സന്തോഷം. എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പസ്തോലന്മാര് തുടങ്ങി, വിശുദ്ധന്മാര് തുടങ്ങി, സഭാപിതാക്കന്മാർക്ക് തുടങ്ങി, ഈ നൂറ്റാണ്ടിലെ വിശുദ്ധർ മുഴുവൻ അങ്ങനെയല്ലേ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പൗലോസ് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആ പണ്ടത്തെ സന്തോഷം എവിടെ? അത് നമ്മൾ വായിക്കുന്നത് ഗലാത്യ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലാണ്. നിങ്ങളുടെ ആ സന്തോഷം ഇന്ന് എവിടെ? സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ സ്വന്തം കണ്ണുകൾ പോലും ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നുവെന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ, പൗലോസ്ലീഹ ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച് അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ പ്രബോധനം വഴി വിശ്വാസത്തിലേക്ക് വന്ന മനുഷ്യര് അന്ന് അവർക്ക് കഷ്ടപ്പാട് പ്രശ്നമല്ല, അന്ന് അവർക്കൊന്നും പ്രശ്നമല്ല. ശ്രീക പറയാണ്, പണ്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈശോയുള്ള സ്നേഹത്തെ പ്രതി വേണമെങ്കിൽ നിങ്ങളുടെ കണ്ണ് പോലും ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നു. എന്നാൽ ഇപ്പം എന്താ പ്രശ്നം എന്നറിയോ? പൗലോസ്ലീഹ ചെറുതായിട്ട് അവരെ ഒന്ന് വഴക്ക് പറഞ്ഞു, ഒന്ന് ശാസിച്ചൊന്ന് തിരുത്തി, അപ്പോഴത്തേക്ക് ഇതാ കിടക്കുന്ന താഴെ. അപ്പോൾ ശ്രീക ചോദിക്കുക, നിങ്ങൾ പണ്ടുണ്ടായിരുന്ന സന്തോഷം എവിടെ? പണ്ടായിരുന്നെങ്കിൽ ശാസന കിട്ടിയാലും തിരുത്തൽ കിട്ടിയാലും എന്ത് വന്നാലും ഒരു വിഷയമില്ല. ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിവിധ ജീവനാദശകൾപ്പെട്ട ഓരോരുത്തരെ ഞാൻ ഉദ്ദേശിക്കുകയാണ്. യേശുക്രിസ്തുവിനെ മാത്രമാണ് നിങ്ങൾ ലക്ഷ്യം വെച്ച് ഓടുന്നതെങ്കിൽ ഈ ലോകം തരുന്ന സന്തോഷങ്ങളോടൊരു വേണ്ട, നോ.
ഒരുപക്ഷെ നമ്മുടെ ചില പാർട്ടികൾ, നമ്മുടെ ചില ഗ്യാതരങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തെ സന്തോഷം തരുന്ന ഒരുപാട് സംഗതികൾ അത് വേണ്ടെന്ന് വെക്കാൻ വേണ്ടി തോന്നും. എന്നാൽ യേശുക്രിസ്തു ലക്ഷ്യമാകാത്തത് കൊണ്ടാണ് ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾ, ഈ ലോകത്തിന്റെ കൂട്ടുകെട്ടുകൾ, ഈ ലോകത്തിന്റെ ബന്ധങ്ങൾ, ഇതെല്ലാം സന്തോഷം തരുന്നതിന് കാരണം അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിലാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 22. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഈ വചനത്തിൽ ഉൾപ്പെടെ നമുക്കറിയാം, ഈശോ മിശിഹ താൻ കുരിശിൽ മരിക്കും എന്നുള്ള ആ പീഡാനുഭവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ ശിഷ്യന്മാർക്ക് ഭയങ്കര സങ്കടമായി. എന്നാൽ ഈശോ പറയുകയാണ്, അങ്ങനെയല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ധിതനായി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ വലിയ സന്തോഷം നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങൾ, ഈ ലോകത്തിൽ ഈശോയുടെ അവർ ഒപ്പം അനുഭവിച്ച ആ പ്രസൻസിനേക്കാൾ ഒരു ഗ്ലോറി ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ, ഈശോയുടെ ഉത്ഥാനത്തിൽ അവർ അനുഭവിക്കാനിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം എന്ന് പറയുന്ന ലോകത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ തോന്നുന്ന സന്തോഷം ഉണ്ടല്ലോ, അതല്ല യഥാർത്ഥത്തിലുള്ള സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന്റെ വലിയ ഒരു കൃപയാണ് സഹോദരങ്ങളെ. വീണ്ടും യേശുക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വെച്ച് ഓടുന്നവന്റെ രണ്ടാമത്തെ പ്രത്യേകത, അവൻ അപമാനങ്ങൾ വകവയ്ക്കില്ല. ആ വചനം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഹെബ്രായർ 12:2 അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുറിച്ച് ക്ഷമയോടെ സ്വീകരിച്ചു. രണ്ടാമത്തെ പ്രത്യേകതയാണ് അപമാനം വകവയ്ക്കുകയല്ല. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വകവയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപമാനം. അപമാനം സഹിക്കാൻ താല്പര്യമില്ല, പേര് പോകാൻ താല്പര്യമില്ല, സ്ഥാനം പോകാൻ താല്പര്യമില്ല, ആരും നമ്മളെക്കുറിച്ച് ചീത്ത പറയുന്ന ഇഷ്ടമല്ല, കുറ്റം പറയുന്ന ഇഷ്ടമല്ല, അപവാദം കേൾക്കാൻ ഇഷ്ടമല്ല. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈശോ ചെയ്ത കാര്യമാണ് ഈ വചനം. ഈശോ ചെയ്ത കാര്യമാണ്, ഈശോ അനുഭവിച്ച കാര്യമാണ്. അതാണ് ഈശോനെ ലക്ഷ്യം വെച്ച് പോകുന്ന വ്യക്തി ഈ ട്രാക്കിൽ പോകണം. ഈശോ തന്നെ ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 49-ാമത്തെ വാക്യം. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 49. യേശു പറഞ്ഞു, എനിക്ക് പിശാചില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു. അപ്പോൾ ഈശോയ്ക്ക് പിശാചുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുകയാണ്. ഈശോയ്ക്ക് പിശാചില്ല എന്നിട്ടും ആരോപിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഈശോയ്ക്ക് ശേഷം വന്ന അപ്പസ്തോലന്മാർ സ്ഥിതി എന്ന് ചോദിക്കുക. ഇതെല്ലാം കണ്ട് അനുഭവിച്ച അപ്പസ്തോലന്മാർ ചെയ്യുന്ന കാര്യം എന്നറിയാമോ? അവർക്ക് അപമാനം സഹിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവർക്ക് വലിയൊരു യോഗ്യത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കുട്ടികളൊക്കെ നമ്മൾ IAS അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ലെവലില്ലേ, അങ്ങനത്തെ ISRO അങ്ങനത്തെയൊക്കെ ഉള്ള വലിയ ലെവൽ പോലെ ഭയങ്കര ഒരു യോഗ്യത കിട്ടിയ പോലെയാണ് അപ്പസ്തോലന്മാരെ പറയുന്നത്, ഞങ്ങൾക്ക് ഈശോയെ പ്രതി അപമാനം സഹിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അത് നമ്മൾ വായിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 40 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. അവർ അപ്പസ്തോലന്മാരെ അകത്തു വിളിച്ചു, പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ച് പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നോക്ക സഹോദരങ്ങൾ, അപ്പസ്തോലന്മാരെ പിടിച്ച തലങ്ങും വിലങ്ങും മർദ്ദിച്ചിട്ട് ഇനി യേശുവിന്റെ നാമത്തിൽ കമാന്ന് മിണ്ടരുത് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പ്രകടനം നോക്ക സഹോദരങ്ങളെ. അവർക്ക് ഭയങ്കര യേശുവിനെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നീ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ, നീ ഒരു സിസ്റ്റർ ആയിരിക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു വൈദികനായിരിക്കുന്നതിൽ, എൻ്റെ സഹോദരങ്ങളെ, ദുഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ നീ സന്തോഷിക്കണം. പ്രിയപ്പെട്ട ബാലന്മാര്, ബാലികമാര്, യുവതിയുവാക്കള്, നിങ്ങൾ ഈശോയുടെ ആളായിട്ട് നിങ്ങൾ കോളേജിലുമൊക്കെ പഠിക്കുന്ന സാഹചര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ദുഷിക്കുന്നുണ്ടെങ്കിൽ, സഭയെ ദുഷിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആ സമയത്ത് കർത്താവ് ഒരു യോഗ്യത, ഒരു ടിക്കറ്റ് തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഹെബ്രായ ലേഖനത്തിൽ ഈ കാര്യം കുറച്ചുകൂടെ ഊന്നൽ നൽകി പഠിപ്പിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. അവന് വേണ്ടി
അപമാനം സഹിച്ചുകൊണ്ട് നമുക്ക് പാളയത്തിന്റെ പുറത്തിറങ്ങി അവന്റെ അടുത്തേക്ക് പോകാം. എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, ഈശോയുടെ കുരിശുമരണത്തെ കുറിച്ചുള്ള, ഈശോയുടെ ബലിയർപ്പണത്തെ കുറിച്ചുള്ള തിരുവചന ഭാഗമാണ് അവിടെ വെളിപ്പെടുത്തപ്പെടുന്ന ഇങ്ങനെ, നമുക്കും അതുകൊണ്ട് അവനോടൊപ്പം അപമാനം സഹിക്കാൻ പോകാം. റെഡി അല്ലേ? തോമാസിന്റെ അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറയുന്നത് പോലെ നമുക്ക് അവനോടുകൂടി അപമാനം സഹിക്കാം. എന്നാൽ സഭാപിതാക്കന്മാർ, വിശുദ്ധ ഗിരിഗറിയെ പോലെയുള്ള സഭാപിതാക്കന്മാർ പറയുന്നത് എങ്ങനെയാണ്? അപമാനം സഹിക്കാൻ ഞാൻ പാപിയാണ്, അല്ലെങ്കിൽ ഞാൻ അപമാനം സഹിച്ചോളാം എന്നൊക്കെ മനുഷ്യർ പറയുമെങ്കിലും സംഗതി അപമാനം സഹിക്കുന്ന സമയത്ത് തനി നിറം പുറത്തു വരും. ഇങ്ങനെയാണ് വിശുദ്ധ ഗിരിഗറി പറഞ്ഞിരിക്കുന്നത്. നമ്മളിതൊക്കെ മനസ്സുകൊണ്ട് തീരുമാനം എടുക്കാൻ തക്ക സമയം വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സാധനം പുറത്തെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും നമ്മൾ ആത്മശോധന ചെയ്യണ സഹോദരങ്ങളെ. യേശുവിനെ മാത്രം ലക്ഷ്യം വെച്ച് ഓടുന്ന വ്യക്തിയുടെ മൂന്നാമത്തെ പ്രത്യേകത, കുരിശ് ക്ഷമയോടെ സ്വീകരിക്കും. കുരിശ് ക്ഷമയോടെ സ്വീകരിക്കും. മർക്കോസിന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം, അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ആത്മശോധന ചെയ്യേണ്ട വിഷയമെന്ന് പറയുന്നത് ഈ കുരിശുകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അവിടെ ശ്ലീഹ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്, കുരിശുകൾ നമ്മൾ എടുക്കുന്നുണ്ട്, പക്ഷേ അത് ക്ഷമയോടെയാണോ എടുക്കുന്നത്? സന്തോഷത്തോടെയാണോ എടുക്കുന്നത്? അതോ ഇത് കുരിശാണല്ലോ, അനന്ത ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ള ചില ജീവിതങ്ങൾ, ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ തന്നെ ജീവിത പങ്കാളി, മക്കള്, ആരെങ്കിലുമൊക്കെ ആകട്ടെ, അവരൊപ്പം നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു കമ്മ്യൂണിറ്റി ലൈഫിലായിക്കോട്ടെ, എൻ്റെ സഹോദരങ്ങൾക്ക് എടുക്കുന്നുണ്ട്, പക്ഷെ സന്തോഷത്തോടെയാണോ? ക്ഷമയോടെയാണോ? 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 ഇതിനെക്കുറിച്ച് വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ ഒരു വെളിപ്പെടുത്തലുണ്ട്. അത് നമ്മൾ കാണുന്നത് 446-ാമത്തെ ഖണ്ഡികയിലാണ്. പിന്നീട് ഈശോനാഥനെ കുരിശിൽ ആണികളാൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് അതിൽ തൂങ്ങിക്കിടന്ന അവസരത്തിൽ വലിയൊരു സമൂഹം ആത്മാക്കൾ അവിടുത്തെ പോലെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതായിട്ടും ഞാൻ കണ്ടു. വീണ്ടും രണ്ടാമതൊരു സമൂഹത്തെയും മൂന്നാമതൊരു സമൂഹത്തെയും ഞാൻ കണ്ടു. രണ്ടാമത്തെ ജനക്കൂട്ടം അവരുടെ കുരിശിനോട് തറയ്ക്കപ്പെട്ടിരുന്നില്ല. തങ്ങളുടെ കാര്യങ്ങൾ അവ മുറുകെ പിടിക്കുകയോ ചെയ്യാതെ അവ വളരെ അതൃപ്തിയോടെ വലിച്ചു കൊണ്ടുപോയിരുന്നു. ഈശോ എന്നോട് പറഞ്ഞു, നീ ആത്മാക്കളെ കാണുന്നുണ്ടോ? എന്നെ പോലെ അവരുടെ വേദനയും നിന്ദനങ്ങളും സഹിക്കുന്നവർ മഹത്വത്തിലും എന്നെ പോലെ ആയിരിക്കും. വേദനകളിലും നിന്ദനങ്ങളിലും എന്നെക്കുറിച്ച് അല്പം മാത്രമേ എൻ്റെ സാദൃശ്യം മറ്റുള്ളവർ വഹിക്കുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ വെളിപ്പെടുത്തൽ കൊടുക്കുകയാണ് വിശുദ്ധ ഫൗസ്തീനയ്ക്ക്. ചിലർ കുരിശ് വലിച്ചുകൊണ്ട് പോകുന്നു, ചിലർ താല്പര്യമില്ലാതെ കൊണ്ടുപോകുന്നു, ചിലർ കുരിശ് തറയ്ക്കപ്പെട്ടെങ്കിൽ ഇഷ്ടമില്ലാതെ അങ്ങനെ ചേരാതെ കിടക്കുന്നു. കർത്താവ് വെളിപ്പെടുത്തുകയാണ്, എൻ്റെ മഹത്വത്തിലും എത്രമാത്രം കുരിശെടുക്കുന്നോ അത്രയും ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ശക്തമായി ചില തീരുമാനങ്ങൾ എടുക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. സന്തോഷം ഉപേക്ഷിക്കണം സഹോദരങ്ങളെ, അപമാനം സ്വീകരിക്കണം, വേണ്ടെന്ന് വെക്കരുത്. മാത്രമല്ല കുരിശ് ക്ഷമയോടെ എടുക്കണം. കർത്താവ് ഈ ആരാധനയിൽ നമ്മളെ സ്പർശിക്കും. നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ മുഴുവൻ സമർപ്പിക്കാം. നമ്മുടെ രോഗങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, വചനം കേട്ട് അനുദപിച്ച് തീരുമാനമെടുക്കുന്ന ഓരോരുത്തരെയും കർത്താവ് തൊട്ടു. ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ വേണ്ടാന്ന് വയ്ക്കാനും അപമാനം സ്വീകരിക്കാനും ദൈവം തരുന്ന കുരിശുകളെ സ്വീകരിക്കാനും തീരുമാനമെടുക്കുന്ന ഓരോരുത്തരെയും കർത്താവ് ഇപ്പോൾ തന്നെ കരം വെച്ച് സ്പർശിച്ച് അനുഗ്രഹിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരം നീട്ടി എന്നെ സ്പർശിക്കണേ, കരം നീട്ടി എന്നെ സ്പർശിക്കണേ, കരം നീട്ടി എന്നെ സ്പർശിക്കണേ.